ഇന്ന് നമ്മൾ നോക്കുന്നത് 2026 ഫെബ്രുവരി 1 വന്ന PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ അതിലാദ്യം പത്മ അവാർഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. 2026 പത്മ അവാർഡ്സ്. അപ്പോൾ പത്മവിഭൂഷൺ കിട്ടിയ വ്യക്തികൾ 5 പേരാണ്. രാജ്യത്തെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. ഇപ്പോൾ പത്മവിഭൂഷൺ കിട്ടിയ വ്യക്തികളാണ് VS അച്യുതാനന്ദൻ, ധർമ്മേന്ദ്ര, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ഡോക്ടർ N രാജം. VS അച്യുതാനന്ദൻ, ധർമ്മേന്ദ്ര, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ഡോക്ടർ N രാജം. ഓക്കെ, VS അച്യുതാനന്ദന് പബ്ലിക് അഫയേഴ്സിലാണ് കിട്ടിയത്. ധർമ്മേന്ദ്ര ആർട്ട്, ജസ്റ്റിസ് KT തോമസ് പബ്ലിക് അഫയേഴ്സ്, V നാരായണൻ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷനാണ്. ഡോക്ടർ N രാജം ആർട്ടാണ്, വയലിനിസ്റ്റാണ്. UP നിന്നുള്ള വയലിനിസ്റ്റാണ് ഡോക്ടർ N രാജം. അപ്പോൾ പത്മവിഭൂഷൺ കിട്ടിയത് 5 പേർക്കാണ്. പത്മവിഭൂഷൺ കിട്ടിയ വ്യക്തികളാണ് VS അച്യുതാനന്ദൻ പബ്ലിക് അഫയേഴ്സ്, ധർമ്മേന്ദ്ര ആർട്ട്, ജസ്റ്റിസ് KT തോമസ് പബ്ലിക് അഫയേഴ്സ്, P നാരായണൻ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, ഡോക്ടർ N രാജം ആർട്ട്, വയലിനിസ്റ്റാണ്. അപ്പോൾ മരണാനന്തരം കിട്ടിയതാണ് VS അച്യുതാനന്ദൻ. അടുത്തത് പത്മഭൂഷൺ. പത്മഭൂഷൺ കിട്ടിയത് 13 പേർക്കാണ്. പത്മഭൂഷൺ കിട്ടിയ വ്യക്തികളാണ് മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, വിജയ് അമൃതരാജ്, VK മൽഹോത്ര, ഷിബു സോറൻ, അൽക്ക യാഗ്നിക്, ഭഗത് സിംഗ് കോഷിയാരി, കലിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി, നോറി ദത്താത്രേയുഡു, പീയൂഷ് പാണ്ഡെ, SM കാമിലന്ദൻ, ശിവവാദിൻ R ഗണേഷ്, ഉദയ് കൊട്ടക്. പത്മവിഭൂഷൺ കിട്ടിയത് 5 പേർക്കാണ്. പത്മഭൂഷൺ ലഭിച്ചത് 13 പേർക്കാണ്. അതിൽ മമ്മൂട്ടി ആർട്ട്, വെള്ളാപ്പള്ളി നടേശൻ പബ്ലിക് അഫയേഴ്സ്, വിജയ് അമൃതരാജ് സ്പോർട്സിൽ നിന്നുള്ള വ്യക്തിയാണ്, ടെന്നീസ് കളിക്കാരനാണ് വിജയ് അമൃതരാജ്. VK മൽഹോത്ര പബ്ലിക് അഫയേഴ്സ് ആണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് VK മൽഹോത്രയ്ക്ക് ലഭിച്ചത്. ഷിബു സോറൻ പബ്ലിക് അഫയേഴ്സ്, അദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ ലഭിച്ചത്. അൽക്ക യാഗ്നിക് ആർട്ട്, സിംഗറാണ്. ഭഗത് സിംഗ് കോഷിയാരി പബ്ലിക് അഫയേഴ്സ്, കലിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി മെഡിസിനിൽ നിന്നുള്ള വ്യക്തിയാണ്, തമിഴ്നാടുവാണ് സ്വദേശം. നോറി ദത്താത്രേയുഡു മെഡിസിനാണ്, USA. പീയൂഷ് പാണ്ഡെ ആർട്ട്, മരണാനന്തരമായിട്ടാണ് പീയൂഷ് പാണ്ഡെക്ക് പത്മഭൂഷൺ ലഭിച്ചത്. SM കാമിലന്ദൻ സോഷ്യൽ വർക്കാണ്. ശിവവാദിൻ R ഗണേഷ് ആർട്ട്, ഉദയ് കൊട്ടക് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ പത്മഭൂഷൺ ലഭിച്ചത് 13 പേർക്കാണ്. പത്മഭൂഷൺ മരണാനന്തരം ലഭിച്ച വ്യക്തികളാണ് വിജയ് അമൃതരാജ്, പിന്നെ ഷിബു സോറൻ. വിജയ് അമൃതരാജ്, ഷിബു സോറൻ, പീയൂഷ് പാണ്ഡെ. വിജയ് അമൃതരാജ് സ്പോർട്സിൽ നിന്നുള്ള വ്യക്തിയാണ്, ടെന്നീസാണ് അദ്ദേഹത്തിൻ്റെ ഇനം. ഷിബു സോറൻ പബ്ലിക് അഫയേഴ്സ് ആണ്. പിന്നെ പീയൂഷ് പാണ്ഡെ ആർട്ടാണ്. അടുത്തത് പത്മശ്രീ. പത്മശ്രീ ലഭിച്ചത് 113 പേർക്കാണ്. അതിൽ കുറച്ച് പേരെ നോക്കാം. രോഹിത് ശർമ്മ ക്രിക്കറ്റാണ്, സ്പോർട്സിൽ നിന്നുള്ള വ്യക്തിയാണ് രോഹിത് ശർമ്മ, ക്രിക്കറ്റ്. ഹർമൻ പ്രീത് കൗർ ക്രിക്കറ്റ്. സവിത പൂനിയ സ്പോർട്സ് തന്നെയാണ്, ക്രിക്കറ്റ്. പ്രവീൺ കുമാർ സ്പോർട്സ്, ക്രിക്കറ്റ് തന്നെ. അപ്പോൾ പത്മശ്രീ ലഭിച്ച ക്രിക്കറ്റ് കളിക്കാരാണ് രോഹിത് ശർമ്മ, ഹർമൻ പ്രീത് കൗർ, സവിത പൂനിയ, പ്രവീൺ കുമാർ. അടുത്തത് K പളനിവേൽ, അദ്ദേഹം സ്പോർട്സിൽ നിന്നുള്ള വ്യക്തിയാണ്, മാർഷ്യൽ ആർട്സ് ആണ് അദ്ദേഹത്തിൻ്റെ ഇനം. AE മുത്തുനായകം, അദ്ദേഹത്തിന് കിട്ടിയത് സയൻസ് ആൻഡ് എൻജിനീയറിങ്ങിനാണ്. കലാമണ്ഡലം വിമല മേനോൻ ആർട്ട്, കലാമണ്ഡലം വിമല മേനോൻ മോഹിനിയാട്ടം നർത്തകിയാണ്. കൊല്ലക്കൽ ദേവകി അമ്മ സോഷ്യൽ വർക്കിനാണ്. കൊല്ലക്കൽ ദേവകി അമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ചത്. ബൽദേവ് സിംഗ് സ്പോർട്സ് ആണ്, ഹോക്കിയാണ് അദ്ദേഹത്തിൻ്റെ ഇനം. K രാമസ്വാമി സയൻസ് ആൻഡ് എൻജിനീയറിംഗ്. പ്രതീക് ശർമ്മ മെഡിസിനാണ് പ്രതീക് ശർമ്മയ്ക്ക് കിട്ടിയത്. ഹരിചരൺ സൈക്കിയ ആർട്ട്, സാത്രിയ കലാകാരനാണ് ഹരിചരൺ സൈക്കിയ. അപ്പോൾ പത്മശ്രീ ലഭിച്ചത് 113 പേർക്കും പത്മഭൂഷൺ ലഭിച്ചത് 13 പേർക്ക്, പത്മവിഭൂഷൺ 5 പേർക്കുമാണ് ലഭിച്ചത്. അടുത്തത് അശോക ചക്ര ലഭിച്ചത് ശുഭാംശു ശുക്ല.
കീർത്തിചക്ര ലഭിച്ചത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ശൗര്യചക്ര ലഭിച്ച വ്യക്തികളാണ് ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ, അസിസ്റ്റന്റ് കമാൻഡന്റ് വിപിൻ വിൽസൺ. അപ്പോൾ അശോക ചക്ര ലഭിച്ച വ്യക്തിയാണ് ശുഭാംശു ശുക്ല. കീർത്തി ചക്ര ലഭിച്ചത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ശൗര്യ ചക്ര ലഭിച്ചത് ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ, അസിസ്റ്റന്റ് കമാൻഡന്റ് വിപിൻ വിൽസൺ. ഓക്കെ, അപ്പോൾ പത്മ അവാർഡ്സ് ലഭിച്ചത് 19 വനിതകൾക്ക് ലഭിച്ചിട്ടുണ്ട്. 6 വിദേശികളും 16 പേർക്ക് മരണാനന്തരമായിട്ടും പത്മ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് കുറച്ച് സ്പോർട്സ് ഫാക്ട്സ് ആണ്. 64-ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂർ. 64-ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂർ. സിംബാബ്വേയും നമീബിയയും സംയുക്തമായാണ് 2026-ലെ അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ 2026-ലെ അണ്ടർ-19 ലോകകപ്പിൻ്റെ വേദി എവിടെയൊക്കെയാണ്? സിംബാബ്വെ, നമീബിയ. PT ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റായി നിയമിതയായി. ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റായി നിയമിതയായ വനിതയാണ് PT ഉഷ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന നേട്ടം കൈവരിച്ച മലയാളിയാണ് കാമ്യ കാർത്തികേയൻ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന നേട്ടം കൈവരിച്ച മലയാളിയാണ് കാമ്യ കാർത്തികേയൻ. ലോക റാപ്പിഡ് ചെസ് കിരീടവും ലോക ബ്ലീറ്റ്സ് കിരീടവും നേടി നോർവേക്കാരനായ മാഗ്നസ് കാൾസൺ. ലോക റാപ്പിഡ് ചെസ് കിരീടവും ലോക ബ്ലീറ്റ്സ് കിരീടവും നേടിയത് മാഗ്നസ് കാൾസൺ ആണ്, നോർവേക്കാരനാണ്. ടാറ്റ സ്റ്റീൽ റാപ്പിഡ് ചെസ്സിൽ ചാമ്പ്യനായത് മലയാളിയായ നിഹാൽ സരിൻ. ടാറ്റ സ്റ്റീൽ റാപ്പിഡ് ചെസ്സിൽ ചാമ്പ്യനായത് മലയാളിയായ നിഹാൽ സരിൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺസ് എടുത്ത താരമെന്ന നേട്ടം സ്വന്തമാക്കി വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് കോഹ്ലി തകർത്തത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 2ാമത്തെ റൺ വേട്ടക്കാരനായും കോഹ്ലി മാറി. 28,068 റൺസാണ് കോഹ്ലി നേടിയത്. ശ്രീലങ്കയുടെ കുമാർ സംഗക്കാരെയാണ് മറികടന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺസ് എടുത്ത താരമാണ് വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് കോഹ്ലി തകർത്തത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 2ാമത്തെ റൺ വേട്ടക്കാരനെന്ന ബഹുമതി നേടിയതും കോഹ്ലിയാണ്. ശ്രീലങ്കയുടെ കുമാർ സംഗക്കാരെയാണ് മറികടന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 നേടിയ റെക്കോർഡ് കരസ്ഥമാക്കിയത് രോഹിത് ശർമ്മ. 650 6 നേടിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 നേടിയതിൻ്റെ റെക്കോർഡ് കരസ്ഥമാക്കിയത് രോഹിത് ശർമ്മ. 650 6 നേടിയത്. വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് കിരീടം നേടിയത് വിദർഭ. ബാംഗ്ലൂരുവിൽ നടന്ന ഫൈനലിൽ സൗരാഷ്ട്രയെ 38 റൺസിന് കീഴടക്കി. വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് കിരീടം നേടിയത് വിദർഭ. ആരെയാണ് കീഴടക്കിയത്? സൗരാഷ്ട്രയെ തോൽപ്പിച്ചു 38 റൺസിന്. മുംബൈ മാരത്തണിൽ പുരുഷ വനിതാ കിരീടങ്ങൾ എത്യോപ്യൻ താരങ്ങൾക്ക്. മുംബൈ മാരത്തണിൽ പുരുഷ വനിതാ കിരീടങ്ങൾ നേടിയത് എത്യോപ്യൻ താരങ്ങളാണ്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ സെനഗൽ ചാമ്പ്യന്മാർ. ഫൈനലിൽ മൊറോക്കോയെ 1-0 പരാജയപ്പെടുത്തിയാണ് സെനഗൽ ചാമ്പ്യന്മാരായത്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത് സെനഗൽ മൊറോക്കോയെയാണ് പരാജയപ്പെടുത്തിയത്. അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ 8 വിക്കറ്റ് വീഴുന്ന ആദ്യ താരം ഭൂട്ടാൻ്റെ സോനം യശി. അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരമാണ് ഭൂട്ടാൻ്റെ സോനം യശി. അയൺ ബട്ടർഫ്ലൈ എന്ന വിളിപ്പേരുള്ള മുൻ ലോക 1-ാം നമ്പർ ഇന്ത്യൻ ബാഡ്മിൻ്റൺ ഇതിഹാസം സൈന നെഹ്വാൾ വിരമിക്കൽ പ്രഖ്യാപിച്ചു. അപ്പോൾ അയൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്നത് സൈന നെഹ്വാളാണ്. വിരമിക്കൽ പ്രഖ്യാപിച്ചു. സൈന നെഹ്വാൾ ടെന്നീസ് താരമാണ്. 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ. മികച്ച ചിത്രം ഹാംനെറ്റ്. ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രം ഹാംനെറ്റ്. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച ചിത്രമാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ.
അപ്പോൾ 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ചിത്രം ഡ്രാമ വിഭാഗത്തിൽ ഹാംനെറ്റ്, മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച നടൻ വാഗ്നർ മൗറ. ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടനാണ് വാഗ്നർ മൗറ. സിനിമ ദ സീക്രട്ട് ഏജന്റ്. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച നടനാണ് തിമോത്ത ഷാലമെ, മാർട്ടി സുപ്രീം എന്ന ചിത്രത്തിന്. മികച്ച നടൻ ഡ്രാമ വിഭാഗത്തിൽ വാഗ്നർ മൗറ, ചിത്രം ദ സീക്രട്ട് ഏജന്റ്. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ തിമോത്ത ഷാലമെ, ചിത്രം മാർട്ടി സുപ്രീം. മികച്ച നടി ഡ്രാമ വിഭാഗത്തിൽ ജെസ്സി ബക്ലി, ഹാംനെറ്റ്, ചിത്രം ഹാംനെറ്റ്. മികച്ച നടി ഡ്രാമ വിഭാഗത്തിൽ ജെസ്സി ബക്ലി, ഹാംനെറ്റ് എന്ന ചിത്രത്തിനാണ്. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ റോസ് ബൈറൺ, ഇഫ് ഐ ഹാഡ് ലെഗ്സ് ഐ വുഡ് കിക്ക് യു എന്ന ചിത്രത്തിനാണ് റോസ് ബൈറണിന് മികച്ച നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത്. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സ്, ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സ്, ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച വിദേശ ഭാഷാ ചിത്രം ദ സീക്രട്ട് ഏജന്റ്. ബ്രസീലിയൻ ചിത്രമാണ് ദ സീക്രട്ട് ഏജന്റ്. അടുത്തത് KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത് നടൻ മോഹൻലാൽ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ നടൻ മോഹൻലാൽ. രാകേഷ് അഗർവാൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവിയായി നിയമിതനായി. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവിയാണ് രാകേഷ് അഗർവാൾ. ദിന പവൽ മക്കോർമിക് മെറ്റ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതയായി. അപ്പോൾ മെറ്റ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതയായത് ദിന പവൽ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറാണ് നടൻ മോഹൻലാൽ. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവിയാണ് രാകേഷ് അഗർവാൾ. മെറ്റ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതയായത് ദിന പവൽ. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക ഗ്രാസ മാഷലിന്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗ്രാസ മാഷൽ, മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തകയാണ്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് നടി ശാരദയ്ക്ക്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് നടി ശാരദയ്ക്കാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേം നസീർ ഫൗണ്ടേഷന്റെ പ്രേം നസീർ പുരസ്കാരം ലഭിച്ചത് സംവിധായകൻ പ്രിയദർശന്. സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേം നസീർ ഫൗണ്ടേഷന്റെ പ്രേം നസീർ പുരസ്കാരം ലഭിച്ചത് സംവിധായകൻ പ്രിയദർശന്. 2026 മഹാകവി പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചത് OV ഉഷയുടെ പ്രിയ കവിതകൾ എന്ന കാവ്യസമാഹാരത്തിന്. 2026 മഹാകവി പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചത് പ്രിയ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിനാണ്. അത് എഴുതിയത് OV ഉഷ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കവി KG ശങ്കരപ്പിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കവി KG ശങ്കരപ്പിള്ള. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപ്പിള്ളയ്ക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചതാണ് നടി ശാരദയ്ക്ക്. S ഗുപ്തൻ നായർ പുരസ്കാരം ലഭിച്ചത് ഭാഷാശാസ്ത്രജ്ഞൻ ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായർക്ക്. S ഗുപ്തൻ നായർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായർ. അദ്ദേഹം ഭാഷാശാസ്ത്രജ്ഞനാണ്. സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരം പ്രദീപ് ഓർക്കാട്ടേരിയുടെ പുല്ലരി മധുരം എന്ന കൃതിക്ക്.
സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതിയാണ് പുല്ലരി മധുരം. എഴുതിയത് പ്രദീപ് ഓർക്കാട്ടേരി. 2025 ഓടക്കുഴൽ പുരസ്കാരം സാഹിത്യ വിമർശകൻ ഇ.പി. രാജഗോപാലന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിന്. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച കൃതിയാണ് ഉൾക്കഥ. അതെഴുതിയത് ഇ.പി. രാജഗോപാലൻ. സാഹിത്യ വിമർശന ഗ്രന്ഥമാണ് ഉൾക്കഥ. സംഗീതജ്ഞൻ ആലപ്പി രംഗനാഥിന്റെ സ്മരണയ്ക്കുള്ള സ്വാമി സംഗീത പുരസ്കാരം നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന്. സംഗീതജ്ഞൻ ആലപ്പി രംഗനാഥിന്റെ സ്മരണയ്ക്കുള്ള സ്വാമി സംഗീത പുരസ്കാരം ലഭിച്ചത് ബാലചന്ദ്ര മേനോൻ. പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എം ലീലാവതിക്ക്. പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എം ലീലാവതിക്ക്. സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ 13ാം സത്യജിത് റായ് പുരസ്കാരം ലഭിച്ചത് ടി.വി. ചന്ദ്രന്. സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ 13ാം സത്യജിത് റായ് പുരസ്കാരം ലഭിച്ചത് ടി.വി. ചന്ദ്രന്. ലഫ്റ്റനന്റ് കേണൽ സീതാ അശോക് ഷെൽക്കെക്ക് സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം ലഭിച്ചത് ലഫ്റ്റനന്റ് കേണൽ സീതാ അശോക് ഷെൽക്കെ. അമേരിക്കൻ എവല്യൂഷണറി ബയോളജിസ്റ്റായ ഡോക്ടർ ഡോബി കിയേഴ്സ് ആണ് പരിസ്ഥിതി നൊബേൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസിന് 2026 അർഹയായത്. അപ്പോൾ പരിസ്ഥിതി നൊബേൽ എന്നറിയപ്പെടുന്ന പ്രൈസാണ് ടൈലർ പ്രൈസ്. അത് 2026 ലഭിച്ചത് അമേരിക്കൻ എവല്യൂഷണറി ബയോളജിസ്റ്റായ ഡോക്ടർ ടോബി കിയേഴ്സ്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ആധാറിന്റെ ഭാഗ്യചിഹ്നമാണ് ഉദയ്. തൃശൂർ ജില്ലക്കാരനായ അരുൺ ഗോകുലാണ് ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത്. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. വാണിജ്യാടിസ്ഥാനത്തിൽ ബയോ ബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യ. വാണിജ്യാടിസ്ഥാനത്തിൽ ബയോ ബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്കായി ആശാ വാൻ മൊബൈൽ യൂണിറ്റ് സംവിധാനം സജ്ജമാക്കിയ സംസ്ഥാനം ഗുജറാത്ത്. പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്കായി ആശാ വാൻ മൊബൈൽ യൂണിറ്റ് സംവിധാനം സജ്ജമാക്കിയത് ഗുജറാത്ത്. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി കോവളം. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി കോവളം. ലോസ് ഏഞ്ചലസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമയാണ് ഭ്രമയുഗം. ലോസ് ഏഞ്ചലസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമയാണ് ഭ്രമയുഗം. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിതമായത് കൊട്ടാരക്കരയിൽ. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിതമായത് കൊട്ടാരക്കര. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 3 ദിവസത്തെ ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 3 ദിവസത്തെ ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിൽ. രാജ്യത്തെ വനിതാ ശിശു വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സുതാര്യത, പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടലാണ് പൻഗുഡി. രാജ്യത്തെ വനിതാ ശിശു വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സുതാര്യത, പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടലാണ് പൻഗുഡി. 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ രഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യമാണ് ജർമ്മനി. 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ രഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം ജർമ്മനി.
ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിച്ചത് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിച്ചത് ആന്ധ്രാപ്രദേശ്. ഒറ്റയ്ക്കു താമസിക്കുന്നവർ ജീവനോടെയുണ്ടോ എന്ന് കണ്ടെത്താൻ ആർ യു ഡെഡ് എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കിയത് ചൈന. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ജീവനോടെയുണ്ടോ എന്ന് കണ്ടെത്താൻ ആർ യു ഡെഡ് എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കിയത് ചൈന. മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ പുതിയ ചാന്ദ്രദൗത്യമായ ആർടെമിസ് 2 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ചേക്കും. മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ പുതിയ ചാന്ദ്രദൗത്യമാണ് ആർടെമിസ് 2. അത് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ചേക്കും. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാം പതിപ്പ് നടന്നത് സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാം പതിപ്പ് നടന്നത് സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ആറളം. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ആറളം. അടുത്തത് കുറച്ച് വിയോഗങ്ങളാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ബാരാമതിയിൽ വിമാനാപകടത്തിൽ മരണപ്പെട്ടു. അപ്പോൾ ബാരാമതിയിൽ വിമാനാപകടത്തിൽ മരണപ്പെട്ട അജിത് പവാർ മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. വിഖ്യാത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകൻ ബേല താർ അന്തരിച്ചു. വിഖ്യാത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകനാണ് ബേല താർ. അദ്ദേഹം അന്തരിച്ചു. അമേരിക്കൻ പൗരാവകാശ പോരാളി ക്ലോഡറ്റ് കോൾവിൻ അന്തരിച്ചു. അമേരിക്കൻ പൗരാവകാശ പോരാളി ക്ലോഡറ്റ് കോൾവിൻ അന്തരിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജിയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗവുമായിരുന്ന ജസ്റ്റിസ് എ ലക്ഷ്മിക്കുട്ടി അന്തരിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജിയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗവുമായിരുന്ന ജസ്റ്റിസ് എ ലക്ഷ്മിക്കുട്ടി അന്തരിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഇല്യാസ് പാഷ അന്തരിച്ചു. അപ്പോൾ ഇല്യാസ് പാഷ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ്. അദ്ദേഹം അന്തരിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സിരി ജഗൻ അന്തരിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സിരി ജഗൻ അന്തരിച്ചു. നേരത്തെ പഠിച്ചത് എ ലക്ഷ്മിക്കുട്ടി, അതും കേരള ഹൈക്കോടതി മുൻ ജഡ്ജിയായിരുന്നു. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ മാർക്ക് ടള്ളി അന്തരിച്ചു. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ മാർക്ക് ടള്ളി അന്തരിച്ചു.